ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ഈ മീൻ എന്താണെന്നറിയോ? ഇതാണ് CD മീൻ അഥവാ മുള്ളൻ, പാമുള്ളൻ എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടും. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഇതിനെ അമ്പട്ടപ്പാര എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇത് കട്ട് ചെയ്യാൻ നല്ല ഈസിയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരും. അതുപോലെ തന്നെ ഇതിനൊരു ചെറിയ സ്മെല്ലുണ്ട്. ബാക്കി മീനുകളെ അപേക്ഷിച്ച് ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട്. പരവ മീൻ, വട്ടംകണ്ണി മീൻ എന്നൊക്കെ പറയുന്ന മീനിൻ്റെ ഒരു രൂപത്തിലുള്ളതാണ്. പക്ഷേ അതുപോലെയല്ല, ഇത് കുറച്ചുകൂടി കട്ടിയുണ്ട്. ഇതിൻ്റെ മുള്ളിനും നല്ല കട്ടിയുണ്ട്. രണ്ട് മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മുരിങ്ങയ്ക്ക കൂടി ചേർക്കുന്നുണ്ട്. മുരിങ്ങയ്ക്കയും പച്ചമുളകും ചേർത്താണ് കറി വയ്ക്കുന്നത്, തേങ്ങ അരച്ച്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് മീൻ കറിയിൽ മുരിങ്ങയ്ക്ക ഇട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. എല്ലാ മീൻ കറികളിലും ഞാൻ മുരിങ്ങയ്ക്കയും പച്ചമുളകും ഇടും. അതുപോലെ തന്നെ മീനിൽ മാങ്ങയും പുളിഞ്ചിക്കയും ഒക്കെ ഇട്ട് വച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീനിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് 5-6 കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള എടുക്കാം. ഈ മീനിന് ഞാൻ സാമ്പാർ പുളിയാണ് എടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം വെള്ളത്തിൽ അല്പം കുതിർത്തെടുക്കാം. 1 കപ്പ് തേങ്ങയിൽ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇതിൽ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് കറക്കിയെടുക്കാം. ചട്ടി ചൂടാക്കിയിട്ട് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാലയൊക്കെ അതിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടുതൽ വെളിച്ചെണ്ണയൊന്നും വേണ്ട, 1 ടീസ്പൂണാണ് ഒഴിച്ചത്. ഇതിൽ ഈ അരച്ച മസാല ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് ഒന്ന് ചൂടായി കിട്ടും, നല്ലതുപോലെ ഒന്ന് ചൂടാകട്ടെ. നമ്മൾ പച്ച മസാലപ്പൊടിയല്ലേ ചേർത്തത്, അതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ മീനിന് തന്നെ നല്ലൊരു ടേസ്റ്റും മണവും ഉണ്ടാവും. ഇനി പുളി പിഴിഞ്ഞതൊഴിക്കാം. മീനിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിനി മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടി ചേർക്കാം. മാങ്ങയൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ മീൻ ഒന്ന് തിളച്ചതിന് ശേഷം മാങ്ങ ചേർക്കാം. അല്ലെങ്കിൽ മാങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് പോകുന്ന സാധനമല്ലേ. ഈ സമയം കൊണ്ട് നമുക്കൊരു ചക്ക എരിശ്ശേരി കൂടി ഉണ്ടാക്കിയാലോ. ഇത് കഴിഞ്ഞ വർഷം ഫ്രിഡ്ജിൽ വച്ചിരുന്ന ചക്കയാണ്, ഫ്രീസറിലിരുന്നത്. 1 വർഷമായി, ഇതുവരെ ഇത് കേടായിട്ടില്ല. ഒന്ന് സ്റ്റീം ചെയ്ത് വച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ചക്കക്കുരു കുക്കറിലിട്ട് 1 വിസിൽ വേവിച്ച് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഫ്രീസറിൽ അതുപോലെ വച്ചിരുന്നതാണ്. ഇതുപോലെ ഫ്രോസൺ ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയും ഒക്കെ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ ചാനലിൽ തന്നെ ഉണ്ട്. മുരിങ്ങയ്ക്കയും അരപ്പുമൊക്കെ നല്ലതുപോലെ തിളച്ചു. ഇനി ഇതിൽ മീൻ ചേർക്കാം. മീൻ കഷ്ണമൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം മീനിൽ ഉപ്പും പുളിയുമൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി വയ്ക്കുക. 8-10 മിനിറ്റ് കൊണ്ട് മീൻ റെഡിയാകും. ഈ മീൻ തവി കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ വെന്തതിന് ശേഷം തവി ഉപയോഗിച്ചാൽ മീൻ കഷ്ണം പൊടിഞ്ഞു പോകും. ഇനി അടച്ചു വച്ചിട്ട് വേവിക്കാം. ചക്കയിൽ നിറയെ ഐസ് പിടിച്ചിരിക്കുകയാണ്. കുറച്ച് വെള്ളമൊഴിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ ഈ ഐസ് ഒന്ന് അലിഞ്ഞു കിട്ടും. 1 മണിക്കൂർ മുമ്പേ എടുത്ത് പുറത്ത് വയ്ക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ ഐസൊക്കെ അപ്പോഴേ അലിഞ്ഞു പോയേനെയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഈ ചക്ക എടുത്തൊന്ന് എരിശ്ശേരി ഉണ്ടാക്കാമെന്ന്. കുറേ നാളായി എരിശ്ശേരി കഴിച്ചിട്ട്. ഈ വർഷം ചക്ക വളരെ കുറച്ചാണ് കിട്ടിയത്. അതുകൊണ്ട് ഈ വർഷം ചക്ക ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇനി ചക്ക 1-2 എണ്ണമൊക്കെ നിപ്പുണ്ട് മരത്തിൽ. അത് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വയ്ക്കും. മക്കൾക്കൊക്കെ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ആര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പോൾ ഞാൻ ജർമ്മനിയിൽ പോകുന്നതിന് മുമ്പ് എന്തായാലും കുറച്ച് ഇതുപോലെ ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകും. ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് മാറ്റാം. ആവി കയറ്റി വച്ചിരുന്ന ചക്കയാണല്ലോ ഇത്. അപ്പോൾ കുറച്ചത് വെന്തിട്ടുണ്ട്. അതുപോലെ വെന്ത ചക്കക്കുരുവുമാണ്. ഇത് രണ്ടും അല്പം വെള്ളമൊഴിച്ച് പാത്രത്തിൽ വേവിച്ചെടുത്താലും മതി. ഞാൻ പിന്നെ കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയാണ് കുക്കറിൽ ഇടുന്നത്. എന്തായാലും 1 വിസിൽ കേൾക്കട്ടെ. ചക്ക കുറച്ച് വെന്ത് പോയാലും കുഴപ്പമൊന്നുമില്ല.
ചക്ക എരിശ്ശേരിയുടെ അരപ്പിനായിട്ട് തേങ്ങയും മുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. മീനൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. പകുതി വറ്റിയിട്ടുണ്ട്. ഇനി ഒരല്പസമയം കൂടി ഇരുന്നൊന്ന് കുറച്ചുകൂടി വറ്റട്ടെ. ചക്ക ഒരു വിസിൽ കേട്ട് ഞാൻ ഓഫ് ചെയ്ത് വച്ചേക്കായിരുന്നു. ചക്കയും ചക്കക്കുരുവും ഒക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. എരിശ്ശേരിക്കായതുകൊണ്ട് കുഴപ്പമില്ല. അവിയലിനോ അല്ലെങ്കിൽ ചക്ക കുഴച്ച് വയ്ക്കാനോ ഒക്കെ ഇങ്ങനെ വേകണ്ട. അപ്പോൾ നമുക്ക് പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കാം. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഇനി ഈ അരച്ച മസാല ചേർക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. കുറച്ച് ലൂസായിട്ട് തന്നെ ഇത് കലക്കിയെടുക്കാം. ചക്ക കുറച്ച് സമയം ഇരിക്കുമ്പോൾ അത് വറ്റും, അപ്പോൾ കുറച്ച് കട്ടിയാകും. അതുകൊണ്ട് ആദ്യം കലക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് കലക്കിയാൽ നല്ലതാണ്. അഥവാ നിങ്ങൾക്കിത് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മീൻ ഇപ്പോൾ പാകത്തിന് വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്താലല്ലേ മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഉലുവാപ്പൊടി വേണമെങ്കിൽ ഒരല്പം ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചക്കയുടെ അരപ്പൊക്കെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് അല്പം കടുക് പൊട്ടിച്ച് ചേർക്കാം. കടുക് മാത്രമല്ല, കുറച്ച് തേങ്ങ കൂടി ചേർത്താലാണ് എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നല്ല വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് കൂടുതലായിട്ട് തന്നെ. ചക്ക എരിശ്ശേരിയൊക്കെ വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് ടേസ്റ്റായിട്ട് തന്നെ കഴിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങയും 1 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർക്കാം. ഇത് രണ്ടും കൂടി ഇനി ഒന്ന് മൂക്കട്ടെ. നല്ലതുപോലെ മൂത്ത് നല്ലൊരു മണം വരും തേങ്ങയുടെ. ആവശ്യാനുസരണം കറിവേപ്പില കൂടി ചേർക്കാം. ഇപ്പോൾ തന്നെ അസാധ്യ മണമാണ്. തേങ്ങയുടെയും ഉഴുന്നിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ മണമാണ്. ചക്ക എങ്ങനെയാണ് ഫ്രീസ് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റിയ ശേഷം ഒന്ന് തണുപ്പിച്ചിട്ട് നല്ലൊരു പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. ടേസ്റ്റ് വ്യത്യാസം ഒന്നും കാണുകയില്ല. ഇപ്പോൾ ചക്കയുടെ സീസൺ തീരാറായി. ഇനി പെട്ടെന്ന് തന്നെ ചക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം എരിശ്ശേരി, അവിയലും ചക്ക കുഴച്ചതും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. നല്ലൊരു ചക്ക എരിശ്ശേരിയും ഇതുപോലൊരു മീനും ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു കറിയുടെയും ആവശ്യമില്ല. 2 നേരവും ഇത് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒരല്പം മാങ്ങ അച്ചാർ കൂടി ഉണ്ട്. നല്ലൊരു എരിശ്ശേരിയും മീനും കൂട്ടി ഇന്ന് ഉച്ചയൂണ് അടിപൊളിയാണ്. ഇനി ഈ CD മീൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ കറി വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. നല്ല കട്ടിയായിട്ടുള്ള മാംസമാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.